വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. 66 പുസ്തകത്തിലെ ഒടുവിലത്തെ 22 അധ്യായമുള്ള വളരെ വിലപ്പെട്ട പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ എപ്പോഴും പറയും, ഈ പുസ്തകം എഴുതിയത് ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലനാകുന്ന യോഹന്നാന്. ദൈവത്തിൻ്റെ മഹത്വം. പത്മോസ് എന്ന ദ്വീപിൽ താൻ ആയിരിക്കുമ്പോഴാണ് ഈ വിഷയമെല്ലാം ദൈവം അവൻ വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയത് ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു. കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പോൾ യോഹന്നാൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പദമുണ്ട്. യോഹന്നാൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. അതിൻ്റെ 9-ാം വാക്യം വായിക്കാം. 1:9. നിങ്ങളുടെ സഹോദരനും. നിങ്ങളുടെ സഹോദരൻ. അങ്ങനെ പരിചയം മതി. നിങ്ങളുടെ സഹോദരൻ. അതാ നല്ല പ്രയോഗവും. സഹോദരൻ. ഞാൻ എന്നെ പ്രതിയാക്കുക. ഇന്ന് ചിലരെ അങ്ങോട്ട് പരിചയപ്പെടുത്താൻ തുടങ്ങിയാൽ നീരും കരയില്ല. കർത്താവിൻ്റെ വലിയൊരു ദാസൻ, ശ്രേഷ്ഠദാസൻ, റവറന്റ്, ഡോക്ടർ, ഇതെല്ലാം ചേർത്താ പരിചയപ്പെടുത്തുന്നത്. അല്ല, ഇത് പരിചയപ്പെടുത്തില്ലേ പ്രശ്നവുമാ. പലർക്കും താല്പര്യം ഉണ്ടായിട്ടല്ല, പേടിച്ചങ്ങ് പരിചയപ്പെടുത്തുക. ഇപ്പൊ സഭയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ കൗൺസിൽ മെമ്പറോ അല്ലെങ്കിൽ IPC മാത്രമല്ല, എല്ലാം ഓവർസിയറോ സൂപ്രണ്ടോ ആര് ഒക്കെ വരുമല്ലോ. അവർ വരും പറയാം, നമ്മുടെ പ്രിയ സഹോദരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യത്തിലൊരു അതോടെ തീരുമാനമാണ്. ഇത് പേടിച്ചായി കളത്തുന്നത്. പക്ഷേ നല്ല പ്രയോഗമാ സഹോദരൻ. ദൈവദാസി ഒന്നുകൂടെ വാക്യം വായിച്ച 9. നിങ്ങളുടെ സഹോദരനും. നിങ്ങളുടെ സഹോദരനാ ഞാൻ. സഭയ്ക്കായി ലേഖനം എഴുതുന്നത്. സഭയ്ക്ക 4-ാം വാക്യം. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും. സഭകൾക്കായി ലേഖനം. അപ്പൊ സഭയോടാ പറയുന്നത്, ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഞാൻ റെവറന്റ് അല്ല, ഡോക്ടർ അല്ല, പ്രസിഡന്റ് അല്ല, ഞാൻ കൗൺസിൽ അല്ല, സെക്രട്ടറി അല്ല, കമ്മിറ്റി അല്ല, സെന്റർ അല്ല, ഇതൊന്നും അല്ല. സെന്ററിൽ ഇരുന്നു ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ നടത്തിപ്പുകാരെ ബഹുമാനിക്കരുതെന്നല്ല പറഞ്ഞത്. അവരെ ബഹുമാനിക്കണം. നന്നായി ശുശ്രൂഷിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണം. വിശേഷിച്ച് വചനത്തിലും ഉപദേശത്തിലും. അപ്പോൾ വചനത്തിലും ഉപദേശത്തിലുമൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ ഇരട്ടിമാനത്തിന് യോഗ്യരാക്കണം. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ ഈ വിശേഷമായതൊന്നും ചെയ്യരുത്. ചിലരെ പറ്റി ഈ മുഖവര പറയുമ്പോൾ നമ്മൾ ഓർക്കും, ഇവർ തന്നെ ആണോ? അല്ല, അവരും ചിന്തിക്കുക ഞാൻ തന്നെ ആണോ. വേറൊരു പ്രയോഗം കൂടെ ബൈബിളിലുണ്ട്. അപ്പോസ്തലനാകുന്ന പത്രോസ് പൗലോസിനെ പരിചയപ്പെടുത്തിയത് നമുക്കറിയാം. വായിച്ചേ, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. എന്നെ 4 പേരോട് ഇരുന്ന്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും. അങ്ങനെ തന്നെ വായിക്കും. ഒന്നുകൂടെ വായിക്കും. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനാകുന്ന പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം. ദൈവദാസി ഒന്ന് നിർത്തണേ. കസേര കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഇരുത്താൽ പിന്നെ പ്രശ്നമായിരിക്കും അല്ലേ. ഇത് വീഡിയോയുടെ കാലുമൊക്കെ ഇരിക്കും. പുറകെ സൗകര്യം ഉണ്ടോ? മേളിലുണ്ട്. അപ്പം എല്ലാവരും മേളിലോട്ടില്ലേ? മേളിലോട്ടാന്നല്ലോ പോകണ്ടേ. വായിച്ചാട്ടെ. 3:15. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ്. അപ്പൊ പത്രോസ് പൗലോസിനെ പരിചയപ്പെടുത്തുന്നതും അങ്ങനെ സഹോദരൻ. ഇന്നത്തെ പത്രോസ് പൗലോസിനെ അങ്ങനെ സഹോദരനെങ്ങാനും പരിചയപ്പെടുത്തിയ അതാ വിവരം അറിയും. പുള്ളി അങ്ങനെ പറഞ്ഞ വിവരം അറിയുമെന്ന്. നമ്മുടെ പ്രിയ സഹോദരൻ പൗലോസ്. പൗലോസ് ആരാ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാ.
ഡമാസ്കസിന്റെ പടിക്ക വെച്ച് യേശുവിനെ കണ്ടവനാ. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയല്ലോ, ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന. അകാലപ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ യേശുക്രിസ്തുവിനെ വളരെ സ്പഷ്ടമായി കണ്ടയാളാ പൗലോസ്. തൻ്റെ വിശേഷതകള് ഫിലിപ്പിലേഖനത്തിലുണ്ട്, നമുക്ക് മനപാഠമാണ്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രജൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി നിമിത്തം സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച അനന്യൻ മാത്രമാണോ ചരിത്രം, സെന്നത്രി സംഘത്തിലെ അംഗം, റോമ പൗരത്വം. അത് കാശ് കൊടുത്ത് മേടിച്ചതല്ല. പൗലോസിനെ വാറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഉപദ്രവിക്കുമ്പോൾ റോമാ പൗരനാകുന്ന എന്നെ വിസ്താരം കൂടാതെ ഉപദ്രവിക്കാൻ നോക്കുന്നു. പുള്ളി പേടിച്ചു പോയി. പുള്ളി പറഞ്ഞു, ഞാൻ ഒത്തിരി വില കൊടുത്തായത്, ചെലവ് ചെയ്തായത് മേടിച്ചത്, പക്ഷേ നീ അങ്ങനെയുള്ളവൻ. അപ്പോൾ റോമ പൗരൻ, ഇന്നത്തെ രീതി അനുസരിച്ച് അമേരിക്കൻ പൗരത്വം എന്ന് ചിന്തിച്ചു. അപ്പോൾ റോമ പൗരത്വമുള്ളയാള് മാത്രമല്ല, കപ്പലുണ്ടായിരുന്നെന്നും കപ്പലുടമസ്ഥന്റെ മകനായിരുന്നെന്നും ഒക്കെ ആ ചരിത്രങ്ങളൊക്കെ പറയുന്നത് പഠിപ്പിക്കുന്നത്. അത് അത്രയ്ക്ക് പ്രഗത്ഭനായ ഈ മനുഷ്യൻ ഒടുവിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ചെന്ന് ദൂതന്മാരുടെ ഭാഷകള് അതെല്ലാം കണ്ടേച്ച് താഴോട്ട് വന്നു. ശരീരത്തോടോ ശരീരം കൂടാതെയോ അത് കണ്ടേച്ച് പുള്ളി കീപ്പോട്ട് വന്നേച്ച് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ അത് തന്നെ ചിന്തിച്ചോളാൻ. ഞാൻ അവിടെ പോയി അതെല്ലാം കണ്ടേച്ചാ വന്നത്, നിങ്ങളും അത് തന്നെ ചിന്തിച്ചോ, ഉയരത്തിലുള്ളത് തന്നെ. അത് ക്ലിയർ ആക്കി പറഞ്ഞു, ഭൂമിയിലുള്ളതല്ല. അപ്പൊ ഇത്രയേറെ ശ്രേഷ്ഠനാകുന്ന ഈ ദൈവദാസനെ പത്രോസ് പരിചയപ്പെടുത്തുക നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ്. 14 പരം ലേഖനം എഴുതി. അതെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ, ദൈവത്തിന്റെ മഹത്വം. ഇദ്ദേഹം പത്മോസ് എന്ന ദ്വീപിൽ കിടന്നപ്പോഴാ ഈ ദർശനം കാണുന്നത്. 9-10 വാക്യം, ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അപ്പോൾ പത്മോസ് എന്ന ദ്വീപിലായിരുന്നപ്പോൾ ഈ ദർശനമെല്ലാം കാണുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ആ കണ്ടതിനെ പറ്റി ആ 13-ാമത്തെ വാക്യം മുതൽ താഴോട്ട് തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളിൽ നിലവിളക്കുടെ നടുവിൽ നെലിയങ്ക ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടുവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. പിന്നെ താഴോട്ട് അംഗപ്രത്യംഗ വർണ്ണനയാ. അവൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് യേശു ക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണന എന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. എന്നാൽ യോഹന്നാന്റെ ജീവിതം പഠിച്ചാൽ യോഹന്നാൻ മുൻപ് യേശുവിനെ പല ആവർത്തി കണ്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ആദ്യമായിട്ട് കാണുന്നത് ഗലീല കടപ്പുറത്ത് വെച്ച ആ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചേ. മർക്കോസ് 1:16 പെട്ടെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഇല്ല. അതാ മോനെ, അവർക്ക് തിരിയുന്നില്ലേ? ഇങ്ങനെ വെച്ചാ ഞാൻ അങ്ങനെ അറിയുന്നേ ഉണ്ട്. എന്നാ വായിക്കേ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിലേക്ക് ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി 16-ാം വാക്യം 18 വായിച്ചോ. 16. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവരോട് പറഞ്ഞു വന്നു. ഇനി 19. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്ന 2 എണ്ണം. ഉടനെ അവര് 2 പേര് വീശുന്നു, 2 പേര് സഭയ്ക്ക് ആവശ്യമാണ്. ചുമ്മാ വീശരുത്. 2 കൂട്ടരെയും സഭയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ വീശുന്നു.
കർത്താവിന് മനസ്സിലായി അവൻ മീൻ കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ എൻ്റെ ഭാഷ കൈയളക്കാതെ വീശുക. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ വാ 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 ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അത് നടന്നല്ലോ. ആമേൻ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഒറ്റ വീശ് 3000 എണ്ണം ഇതിനകത്ത് കയറി. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിനൊന്നും അപാകതയില്ല. പിന്നെ ഒരുത്തൻ മാത്രമേ പരുവക്കേടായുള്ളൂ. അത് പരുവക്കേടായതല്ല, അവനെ അതിനായിട്ട് നിയമിച്ചു വച്ചിരിക്കുക. എന്നാളൊരാൾ പറഞ്ഞു എല്ലാവരും ക്ലിയറാണ്. ഞാൻ പറഞ്ഞില്ല, 12 എണ്ണത്തിൽ 1 പിശാച. അങ്ങനെ എല്ലാവരും കൂട്ടിയാൽ മതി. ഇപ്പൊ സഭയിൽ എന്തെങ്കിലും 12-ൽ 1 പിശാച. 24 പേരുള്ള സഭയിൽ ഓർത്താണ് അത് 2 എണ്ണം ആണെന്ന് ജോടി. 48 എണ്ണത്തിൽ 12-ന്റെ കണക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിൽ ഒരുത്തൻ പിശാച. അവനെ നേരത്തെ നിർണയിച്ചു വച്ചിരുന്നതാ അവൻ ഇങ്ങനെ ആകുമെന്ന്. 109-ന്റെ 8-9 വായിച്ച സങ്കീർത്തനം അവനെ പറ്റി അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. സങ്കീർത്തനം 109-ന്റെ 8-9. ഇന്ന് നിങ്ങൾ വാക്യമായി ചൂപ്പാട് വരും. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ, അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുവനേൽക്കട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുത്തനേൽക്കട്ടെ, അവന്റെ മക്കൾ അനാഥരും, അവന്റെ മക്കൾ അനാഥരും, അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അപ്പൊ ഇവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് ഒരുത്തനെ തെരഞ്ഞെടുക്കണം. അവൻ അവന്റെ സ്ഥലത്തേക്ക് പോയി. അവന് അനീതിയുടെ കൂലി കൊതിച്ചു, അതുകൊണ്ട് ഗുണം വന്നില്ല. നമുക്കൊരുത്തനെ തെരഞ്ഞെടുക്കണം. 109-ാം സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ മത്തിയാസിനെ തെരഞ്ഞെടുത്തു. അപ്പോൾ ആദ്യമായിട്ട് യോഹന്നാൻ യേശുവിനെ കാണുന്നത് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തില്ല, മറ്റ് ചരിത്രമല്ല, ഗലീല കടപ്പുറത്ത് വെച്ച് കാണുക. അപ്പൊ പറഞ്ഞു വാ നന്നാക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, യോഹന്നാൻ നന്നാക്കി. എങ്ങനെ? വല നന്നാക്കി. എന്തിനാ നന്നാക്കുന്നത്? ഒന്ന്, ഇതിനകത്ത് കയറുന്ന മീൻ വെളി, അതിനാണ് നന്നാക്കുന്നത്. യോഹന്നാന്റെ 2-ാം ലേഖനവും 3-ാം ലേഖനവും 1-ാം ലേഖനത്തിന്റെ ചില ഭാഗവും നിങ്ങൾ പഠിച്ച് നന്നായിട്ട് നന്നാക്കി. കാരണം ദുരുപദേശക്കാര് ഇതിനകത്ത് കയറി വല പൊട്ടിക്കാൻ നേരത്ത് ആത്മനിയോഗത്തോടെ യോഹന്നാൻ എഴുന്നേറ്റ് നന്നായിട്ട് വല കെട്ടി. അങ്ങനെയുള്ളവരോട് മിണ്ടുക പോലും നന്നായിട്ട് കെട്ടി, വല കെട്ടി. അപ്പൊ കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനൊന്നും ഒരപാകതയും വന്നിട്ടില്ല. എന്നാൽ ഗലീല കടപ്പുറത്ത് വെച്ച് യോഹന്നാൻ യേശുവിനെ കണ്ട് ആ കണ്ട കാഴ്ചയല്ല പത്മോസിൽ കണ്ടത്. ഞാൻ ഇങ്ങനെ പറയാനുണ്ട്, പലസ്തീനിൽ വെച്ച് കണ്ട യേശുവിനെ അല്ല പത്മോസിൽ കണ്ടത്. ഇന്ന് രാത്രി പത്മോസിലെ യേശു ക്രിസ്തുവിനെ എല്ലാവരും ഒന്ന് കണ്ട് അനുഭവിച്ച് രുചിച്ചേച്ച് വേണം ഈ ഓഡിറ്റോറിയം വിട്ട് എല്ലാവരും വെളിയിൽ പോകാൻ. കടൽ തീരത്ത് വെച്ച് യേശുവിനെ കണ്ടു. പിന്നെ ഒന്ന് കണ്ടത് 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ. അതും പുള്ളിയുടെ കല്യാണം തന്നെ. പുള്ളിയുടെ കല്യാണമാണെങ്കിലും പുള്ളി അദ്ദേഹത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. അതാ നമ്മൾ അന്ന് മുഴുവൻ അധ്യായവും പിന്നെ കല്യാണത്തെ പറ്റിയായിരിക്കും. സഭയിലൊക്കെ നിങ്ങൾക്ക് ദൈവദാസം അറിയാം, ഒരു കല്യാണം നടന്നാൽ പിന്നെ ആഴ്ച സാക്ഷി പറയാത്തവനും പറഞ്ഞതല്ലേ എല്ലാം ഇരുന്നങ്ങ് കറങ്ങുക. പിന്നെ അന്ന് മുഴുവൻ കല്യാണമാ. ചില ഉപദേശമാരും ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. അന്ന് മുഴുവൻ കല്യാണ കേസാ. അങ്ങനെ ഉണ്ട്. പണ്ട് ഒരപ്പച്ചന ഉണ്ടായിരുന്ന സഭയെ പാട്ട് പാടുന്ന അപ്പച്ചന ആ പാട്ട് പാടുന്നു. അപ്പോഴേ അപ്പച്ചൻ പാടിയപ്പോഴേ അപ്പച്ചൻ്റെ മരുമകൾ പറഞ്ഞു, ഓ ഇന്ന് മുഴുവൻ നാറ്റക്കേസാന്നല്ലോ എന്ന്. അതാ പാടിയത് മുഴുവൻ. അപ്പം സഭായം തുടങ്ങിയപ്പോൾ ഈ അപ്പച്ചൻ ആർക്കും വിട്ടുകൊടുക്കല, അപ്പച്ചനാ പാടുന്നത്. അപ്പൊ അപ്പച്ചൻ ആദ്യത്തെ പാട്ട് പാടി, ചേറ്റിൽ കിടന്നു ഞാൻ ചേറ്റിൽ കിടന്നു ഞാൻ നാറ്റം പിടിച്ചപ്പോൾ അപ്പം നാറ്റമാ. അത് പാടി, എല്ലാരും ചേർന്ന് പാടി. 2-ാമത്തെ പാട്ടും അപ്പച്ചൻ ഇത് തന്നെ. ചേറ്റിലല്ലയോ കടന്നതോർത്തു നോക്കിയാ അന്നാരോ നാറ്റം.
അത് കഴിഞ്ഞ് മൂന്നാമതൊരു പാട്ടൂടെ പാടിയപ്പോഴാണ് മരുമകൾ കിടഞ്ഞത്. മൂന്നാമത്തെ പാട്ട് അപ്പച്ചൻ പാടുക, ലാസർ മരിച്ചവനായിരുന്നു നാറ്റം വെച്ചിരുന്നു. അന്നേരം മരുമകൾ പറഞ്ഞു, ഈ അപ്പച്ചൻ ഇന്ന് മുഴുവൻ നാറ്റമാണല്ലോ. അപ്പോൾ യോഹന്നാൻ പത്മോസിൽ കണ്ട യേശു പലസ്തീനിൽ കണ്ട യേശുവിനെ അല്ല പത്മോസിൽ കണ്ടത്, തേജസ്കരിക്കപ്പെട്ട യേശു. അപ്പൊ ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ കല്യാണ വീട്ടിൽ അവൻ യേശുവിനെ കണ്ടു. അത് കണ്ടത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തിയ യേശു. ഗലീല കടപ്പുറത്ത് വെച്ച് കണ്ടത് സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന, വിളിക്കുന്ന യേശു. കാനാവിൽ കണ്ടത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. പിന്നൊരിക്കൽ വിശേഷമായി കണ്ടത് മറുരൂപമലയിൽ വെച്ച. ആ മറുരൂപമലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വസ്ത്രം ഭൂമിയിൽ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ വെണ്മയായി. ഓ, മോശയും ഏലിയാവും ഒക്കെ സംഭാഷിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം, സ്വർഗം തുറക്കുന്നു, ഒരു ഇടി മുഴങ്ങുന്നു, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. അവൻ ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ അവൻ മഹത്വമുള്ള തേജസ്സുള്ള യേശു. പ്രൈസ് ദി ലോർഡ്. മത്തായിച്ചൻ പണ്ട് പാടിയ പാട്ടിങ്ങനെ, കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. വൻകടലും ഓളവും ഉയർന്നു വന്നാൽ ഒരു സങ്കടവും ഇല്ലെനിക്കൻ തമ്പുരാനെ. ഒരു സങ്കടവും ഇല്ലെനിക്കൻ തമ്പുരാനെ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ ഞങ്ങളെ കൺപാർക്കദേവാ. നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. എൻ്റെ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ശബ്ദം അത്ര നല്ലതല്ല, എന്നാലും എനിക്ക് മൈക്ക് ഒരു സുഖമായിട്ട് എനിക്ക് വരുന്നില്ല. അത് എന്തുവാണെന്നറിയാൻ മേല. എൻ്റെ തൊണ്ട അത്ര നല്ലതല്ല. മറ്റേ മൈക്കോ അതെന്ത് ചെയ്യും? ഇതാ, ഇതെടുക്കട്ടെ മോനെ, ഇത് ഊരാൻ മേല. എന്നാ ഇത് തന്നെ മതിയല്ലേ? വേണ്ട, കുഴപ്പമില്ല. ഇതിൻ്റെ മോനെ, എൻ്റെ തൊണ്ടയ്ക്ക് പ്രയാസമുണ്ട്, എന്നാലും നിങ്ങളൊന്ന് സഹായിക്കണേ എന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം യേശുവിനെ കാണുന്നത് ഗലീല കടപ്പുറത്താണ്. അത് രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, വിളിക്കുന്ന യേശു. ഇന്ന് രാത്രി ആ യേശുവിനെ കണ്ടു വേണം തിരിച്ചു പോകാൻ. നിന്നെ സ്നേഹിക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു, നിന്നെ വിടുവിക്കുന്ന യേശു ക്രിസ്തു, നിന്നെ വിളിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന യേശുവിനെ പിന്നെ കാണുന്നത് കാനാവിൽ വെച്ച. എന്ന് പറഞ്ഞാൽ ആ കർത്താവിനെ സേവിക്കുന്ന നീ നിരാശപ്പെട്ടു പോകരുത്. നിന്റെ പരാജയത്തെ, അവൻ അപജയത്തെ, നിന്റെ തകർച്ചകളെ അനുഗ്രഹമാക്കുന്ന യേശു. ആ വീട്ടുകാര് എന്റെ ഭാഷ പറഞ്ഞ ലജ്ജിതരാകേണ്ടതാ. പക്ഷേ യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ നിന്ദയെ മാറ്റി.
അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു. ഇന്ന് രാത്രി നീ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയല്ല. തങ്ങളിലേക്ക് നോക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവം ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നിന്നെ നടത്തിയ വിധം ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. ലജ്ജിപ്പിക്കാത്ത യേശു, അതാ രണ്ടാമത്തെ അടയാളങ്ങൾ ചെയ്ത യേശു. പിന്നെ കാണുന്നത് മഹത്വവാനായ യേശുവാ, ദൈവത്തിന്റെ മഹത്വം. അവൻ മുഖത്തോട്ട് നോക്കിയപ്പോൾ അവൻ തേജസ്, വസ്ത്രമെല്ലാം മിനുമിനുമിനാന്ന് മിന്നുക എന്ന് പറഞ്ഞാൽ അവൻ തേജസ്സുള്ള മഹത്വമുള്ള അവൻ സ്തോത്രം. അവൻ കർത്താവിനെയാ ഞാനും നീയും ആരാധിക്കുന്നത്. അവൻ പേടിപ്പിക്കുന്ന ഒരു ദൈവമല്ല, കാണുമ്പം പേടിച്ച് പനി വരുത്തുന്ന ദൈവമല്ല. അവിടുത്തെ കണ്ടവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവത്തിന് മഹത്വം. അതാ മറുരൂപമല്ലേ കണ്ടത്. പിന്നെ യോഹന്നാൻ യേശുവിനെ കാണുന്നത് ഓടിച്ചു പോകുക. പിന്നെ കാണുന്നത് കാൽവരി ക്രൂശിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാടുകളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നവൻ രക്തം ധാരധാരയായിട്ടൊഴുകുന്നു. മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, മുൾക്കിരീടധാരിയായി, സങ്കീർത്തനക്കാരൻ പാടുക മുതുക് ഉടമയാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി. ദൈവത്തിന്റെ മഹത്വം. യെശയ്യാവ് പറയുക, കണ്ടാൽ ഏളൽ നിന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട് ആണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു. ഇന്ന് രാത്രി ആ യേശുവിനെ കണ്ടു വേണം തിരിച്ചു പോകാൻ. എന്റെയും നിന്റെയും പാപം അവിടുത്തെ മേൽ ചുമത്തി ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട വ്യതകൾ, പങ്കപാടുകൾ നമുക്ക് വേണ്ടി അവിടുന്ന് വഹിച്ച് ഇന്ന് രാത്രി നമ്മെ രക്ഷിച്ച് നമ്മെ വിടുവിക്കുന്ന ആ നസറായനെ ഇന്ന് രാത്രി എല്ലാവരും കാണണം. കാൽവരി ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്ത് നിനക്ക് വേണ്ടി ആണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന നസറായനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുതാ, എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുതാ, പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരുന്നിതാ കൃപതാ, പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരുന്നിതാ കൃപതാ. എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുതാ, എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുതാ, പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരുന്നിതാ കൃപതാ, പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരുന്നിതാ കൃപതാ. ക്രൂശും വഹിച്ച കുന്നിന്മീത് പോകുവാതാരോ, ക്ലേശം സഹിച്ചോ രഗതിയ പോലെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഞാനിപ്പം ഈ പാടിയത് പഴയ പാട്ടാ, പാടുന്നൊന്നും അവകാശപ്പെടുന്നില്ല. സ്വരവും ട്യൂണും ശബ്ദവും ഒന്നും നല്ലതല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഈ പാട്ടൊക്കെ പാടിയപ്പോൾ നമ്മുടെ ഇഞ്ചിയിലെ അപ്പച്ചൻ ഉണ്ടായിരുന്നേ, കളം മാറിയാനും. നിങ്ങൾ ഇനിയിപ്പം കളം മാറ്റാൻ നോക്കിയാലും മാറുമോന്ന് എനിക്കും തോന്നുന്നില്ല. ആട്ടെ, ഉള്ള കളവാകട്ടെ. അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ അമ്മ അപ്പച്ചൻ്റെ മുന്നിൽ ദൈവത്തിന് മഹത്വം. പഴയ പാട്ടുകൾ ഒരിക്കൽ ഞാനും അപ്പച്ചനും കൂടെ ഒന്ന് 2 ശീല പാട്ടുമൊക്കെ പാടി അപ്പച്ചനെ കാണാൻ ഒന്ന് പോയി. അപ്പച്ചൻ പഴയ പാട്ടിൻ്റെ ആളാന്ന് വെച്ചപ്പോൾ എനിക്കൊരാഗ്രഹം കാണാം. അങ്ങനെ ആദ്യമായിട്ട് കണ്ടത്. ചെന്ന് ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ചെന്നിരുന്ന് പിന്നെ അപ്പച്ചനെ ഒരു പഴയ പാട്ട് പാടി, എപ്പസോ സഭയ്ക്കുള്ള ദൂത് നന്നായിട്ട് പാടി. പല്ലൊന്നുമില്ലെങ്കിലും നല്ല താളവും കണക്കും ആണ് വട തട്ടാതാ പാടിയത്. ആട്ടെ, അപ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, കാൽവറിയിൽ ക്രൂശിൽ കിടക്കുന്ന യേശു, ഗലീല കടപ്പുറത്ത് വെച്ച് കണ്ട യേശുവിനെ അല്ല പത്മോസിൽ കണ്ടത്. കാനാവിൽ അത്ഭുതം ചെയ്ത യേശുവിനെ അല്ല
പത്മോസിൽ കണ്ടത്. മറുരൂപമലയിൽ അവൻ മഹത്വവാനായി നിന്ന് യേശുവിനെ അല്ല അവൻ പത്മോസിൽ കണ്ടത്. ക്രൂശിൽ ആടുകളാൽ തറക്കപ്പെട്ട് കിടക്കുന്ന യേശു, ആ യേശുവിനെ അല്ല പത്മോസിൽ കണ്ടത്. വേദപഠിതാക്കളിൽ ചിലരൊക്കെ പറയുന്നത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മോസിൽ പോയി. ഒരാളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്ലയോപ്പാവ്. വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത് മറ്റേ പുള്ളി ലൂക്കോസാണ്. വേറൊരാൾ പറഞ്ഞേക്കുന്നത് യോഹന്നാനാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്തുമായിക്കോട്ടെ, നമ്മളിപ്പോൾ അത് പറഞ്ഞ് തർക്കമൊന്നും വേണ്ട. എന്നാൽ പത്മോസിൽ ദർശിച്ച യേശു ഇതൊന്നുമല്ല. അല്ല, പത്മോസിൽ യോഹന്നാൻ കണ്ട യേശു എങ്ങനത്തെ യേശു എന്തെന്ന് ചോദിച്ചാൽ ന്യായമായി ചിന്തിച്ചാൽ പറയാം, ന്യായം വിധിക്കാൻ വരുന്ന യേശുവാ. ഗലീല കടപ്പുറത്ത് നിന്നെ സ്നേഹിക്കുന്ന യേശുവിനെ ഞാൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. കാനാവിൽ അത്ഭുതം ചെയ്യുന്ന യേശുവിനെയാ കണ്ടത്. ഇതെല്ലാം യേശുവിന്റെ വൈശിഷ്ട്യമാ, അവിടുത്തെ ജീവിതത്തിന്റെ വിശേഷതകളാ. എന്നാൽ മറുരൂപമലയിൽ കണ്ടതും അവൻ തേജസ്സുള്ള കർത്താവിനെയാ. അവൻ ക്രൂശിൽ കിടന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ജീവനെ തന്ന യേശുവിനെയാ. എന്നാൽ അവൻ പത്മോസിൽ കണ്ട യേശു അവൻ ന്യായം വിധിക്കാൻ വരുന്ന യേശു. ഇന്ന് രാത്രി ഒരു ന്യായവിധിയുണ്ട്. അത് യോഹന്നാൻ യേശുവിനെ പല ആവർത്തി കണ്ടു. യോഹന്നാന്റെ എഴുത്തിന് വിശേഷത കൊണ്ട് ചുമ്മാ അങ്ങ് എഴുതുകയല്ല. ഞാൻ എപ്പോഴും പറയും, യോഹന്നാൻ 5 പുസ്തകം എഴുതി. ഒരു സുവിശേഷ പുസ്തകം, 3 ലേഖനം, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. 5 പുസ്തകം എഴുതിയ ഒരാളാണ് മോശെ. ആ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. വേറെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് നമുക്കറിയാം പൗലോസ. അധ്യായങ്ങളിൽ ചിലത് ചെറുതാണെങ്കിലും പുസ്തകത്തിന്റെ എണ്ണം വെക്കുമ്പോൾ പൗലോസ് കൂടുതൽ പുസ്തകം എഴുതി. പുതിയ നിയമത്തിൽ തൊട്ട് താഴെ നിൽക്കുന്നയാളാ യോഹന്നാൻ. 5 പുസ്തകം എഴുതി. ഈ പുസ്തകം എന്തിനാ എഴുതിയത്? ഓരോ പുസ്തകം എഴുതുന്നതിന് ഉദ്ദേശമുണ്ട്. എന്താ എഴുത്തിന്റെ ഉദ്ദേശം? വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30. സുവിശേഷം എഴുതുവാനുള്ളതിന്റെ ഉദ്ദേശമല്ല. യോഹന്നാൻ 20:30. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാരെ കാണുക ചെയ്തു. പിന്നെ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. സകല ആൾക്കാരും വിശ്വസിക്കണം. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തിനാ സുവിശേഷം എഴുതിയത്? സകല മനുഷ്യർക്കും നിത്യജീവൻ ഉണ്ടാകാൻ. എന്താ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനം, സകല ജാതികളുമായുള്ള ഇത് കേൾക്കണം. ഇന്ന് രാത്രി സകല ആൾക്കാരും കേൾക്കണം. എന്ത് സുവിശേഷം? അതന്നെ കേൾക്കാൻ കൊള്ളാവുന്നതാ. നല്ല വാർത്ത, സത്വർത്തമാനം, ഗുഡ് ന്യൂസ്. ഇന്ന് രാത്രി കേൾക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്ത, കേട്ടിരിക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാക്കുന്ന വാർത്ത, കേൾക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാക്കുന്ന വാർത്ത, കേൾക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്ന വാർത്ത, കേൾക്കുമ്പോൾ മനോദുഃഖം മാറ്റിത്തരുന്ന വാർത്ത, നിന്റെ വിഷണ്ണ മനസ്സിന് സ്തുതിക്കുന്ന മേലാട കൊടുക്കുന്ന നല്ല വാർത്ത. ഇന്ന് രാത്രി ഈ വാർത്ത ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. കേട്ടവരെ ഓർത്ത്, കേൾക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. എല്ലാവരും കേൾക്കണം. അപ്പൊ എന്തിനാ ഈ സുവിശേഷം എഴുതിയത്? അവൻ സകല ആൾക്കാർക്കും നിത്യജീവൻ ഉണ്ടാകാൻ. ആ 21-ാം അധ്യായം അതിനാ എഴുതിയത്. 3 ലേഖനങ്ങൾ എഴുതി. എന്തിനാ ലേഖനം എഴുതിയത്? യോഹന്നാന്റെ 1-ാം ലേഖനം 2:1 വായിച്ചേ. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരിക്കൽ. എന്റെ അമ്മ, യോഹന്നാന്റെ 3-ാം ലേഖനം അത് യോഹന്നാന്റെ സുവിശേഷമാ.
കല്യാണമെല്ലാം കഴിഞ്ഞ് വെള്ളം മീഞ്ഞുമാക്കിയ നമുക്ക് വിട്ടേക്കാം. ഇത് വായിര് 2:1 യോഹന്നാന്റെ 1-ാം ലേഖനം 2:1. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കുഞ്ഞുങ്ങളെ തെറ്റാതെ വായിക്കേ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ ലേഖനം എഴുതിയിരിക്കുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാ. ലേഖനങ്ങൾ മുഴുവൻ ഉപദേശ വിഷയങ്ങളാ. ദുരുപദേശക്കാരും ഭാഷോപദേശക്കാരും വിരുദ്ധോപദേശക്കാരും വിപരീതോപദേശക്കാർ ഇതിനകത്ത് വന്ന് ജനത്തെ തെറ്റിച്ച് തകർക്കുവാൻ പദ്ധതിയിടുമ്പോൾ അവരുടെ വലകിലും കെണിയിലും അകപ്പെടാതെ നീ പിടിച്ച വിശ്വാസത്തെ കാത്തുകൊണ്ട് യൂദായുടെ ലേഖനം പഠിപ്പിക്കുന്നത് പോലെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അവൻ സ്തോത്ര പാപത്തിൽ അകപ്പെടാതെ പാപം ചെയ്യാതിരിക്കാനാ ഈ ലേഖനം എഴുതിയത്. എഴുത്തിന് ഉദ്ദേശമുണ്ട്. ഒരു പണിയില്ല എന്നാ കുറെ പുസ്തകം എഴുതുക, അങ്ങനെ എഴുതിയതാണോ? ഈയിടെ ഒരാൾ ഒരു കെട്ട് പുസ്തകം എനിക്ക് തന്നു. ഞാൻ ചോദിച്ചത് ഇത് കോവിഡിൻ്റെ സമയത്ത് എഴുതിയതാ. നല്ല കാര്യം. ഞാൻ ചോദിച്ചത് എന്താ അതിന്? പുറത്ത് ഇറങ്ങാൻ മേല, എങ്ങും പോകുന്നില്ല, എന്നാ പിന്നെ കുറെ പുസ്തകം. അത് തെറ്റാന്നല്ലേ പറഞ്ഞേ? ഒരു പണിയില്ലാതിരുന്നപ്പോ അങ്ങ് യോഹന്നാൻ അങ്ങനെ എഴുതിയതല്ല. ഓരോ എഴുത്തിന് ഉദ്ദേശമുണ്ട്. ലേഖനം എഴുതിക്കുന്നത് പാപം ചെയ്യാതിരിക്കാനാ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായി എഴുതിയിരിക്കുന്നത്. അവൻ പാപത്തെ മോചിക്കുന്ന ഒരുവനുണ്ട്, പാപത്തെ അവൻ സ്വന്തം പൊറുക്കുന്ന ഒരുവനുണ്ട്. അവനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇനി അവൻ അത് ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ ഇനി പാപം ചെയ്യരുത്. അതിനായി ലേഖനം എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം എഴുതിയതിന്റെ മുമ്പിൽ ഉദ്ദേശമുണ്ട്. 7 സഭയ്ക്കുള്ള ദൂത. 4-ാം വാക്യം ഒന്നുകൂടെ വായിര്. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസ്യയിൽ ധാരാളം സഭകളുണ്ട്. ആസ്യയിൽ ധാരാളം സഭയുണ്ട്. പക്ഷെ അതിൽ സെലക്ട് ചെയ്ത ഒരു 7 സഭ. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലഡൽഫിയ, ലവോദിക്ക, 7 സഭ. ഈ സഭ ഇന്ന് കാണുന്ന സഭാ കെട്ടിടം ഒന്നുമല്ല. മിക്ക സഭയും ആരംഭ സമയത്ത് വീട്ടിലാണ്. അങ്ങനെ ആണല്ലോ വീട്ടിലെ. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ സഭയില് ബൈബിൾ ക്ലാസ് എടുത്തപ്പോഴും അങ്ങനെ പറഞ്ഞു. വീട്ടിലെ സഭ, വീട്ടിലെ സഭായോഗമല്ല, വീട്ടിലെ സഭയാ. വീട്ടിലെ സഭായോഗം വേറെ, വീട്ടിലെ സഭ വേറെ. നിങ്ങളാണ്ട് ഫിലേമോന്റെ ലേഖനം 1-ാം വാക്യം വായിച്ചേ. എന്തിയ ഫിലോമോൻ? ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലേമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപടനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും. വീട്ടിലെ സഭ. അപ്പൊ ഫിലോമോന്റെ വീട്ടിൽ 6-ാം നൂറ്റാണ്ടിലൊക്കെ വീട്ടിലാ സഭ. വേറെ തെളിവുണ്ട്. കൊലോസിയിലെ ഒത്തിരി സഭകളുണ്ട്. അതിൽ വേറൊരു സഭ കൊലോസി ലേഖനം 4-ാം അധ്യായത്തിന്റെ 18 തോന്നുന്നു. ഒന്ന് വായിച്ചേ. 18 പൗലോസായ എന്റെ സ്വന്തം കയ്യാല് വന്ദനം. എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ. കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറ്. 15 ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം. അവളുടെ വീട്ടിലെ സഭയ്ക്ക്, നുമ്പയുടെ സഭയല്ല. നമ്മളാന്നേ പറയാം നുമ്പാമ്മയുടെ സഭ. നുമ്പാമ്മയുടെ സഭയല്ല, നുമ്പയുടെ വീട്ടിലെ സഭ ദൈവത്തിൻ്റെതാ. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുന്ന. പക്ഷെ ഇന്ന് കുഞ്ഞുമാനച്ചാൻ്റെ സഭ, മേരിക്കുട്ടിയുടെ സഭ, തങ്കച്ചായൻ്റെ സഭ, ബേച്ചായൻ്റെ സഭ, എന്നെ എല്ലാവരും ഒരു പരുവക്കേടിയിരിക്കുന്നേ. നിങ്ങളുടെ പേരിലൊന്നും പറയാത്തോണ്ടാണോ? അതായിരിക്കട്ടെ നിങ്ങൾക്കും. സഭ ദൈവത്തിൻ്റെതാ. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളിൽ എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള സാവകാശവുമില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല. വളരെ ഞെരുക്കത്തിൽ കൂടെ ഇവർ പോകുന്നത്. അതുകൊണ്ട് വീട്ടിലാ സഭ.
ദൈവത്തിന് മഹത്വം. അങ്ങനെ ആശയിൽ ധാരാളം സഭകളുണ്ട്. കാരണം ആശയിൽ ഈ സഭ, ഈ സ്മുർന സഭയും എഫെസോ സഭയും ലവോദിക്കിയ സഭയും എല്ലാം ആശയിലുള്ള സഭകളാ. ഈ സഭകൾ എങ്ങനെ ഉണ്ടായത്? ആശയിൽ സഭകൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ പൗലോസിന്റെ പ്രവർത്തനത്താൽ ഉണ്ടായതാ കൂടുതൽ സഭകൾ. കാരണം പൗലോസ് ആശയിൽ 3 കൊല്ലം മേലെ ചെയ്തു. ഏറ്റവും കൂടുതൽ നാളുകൾ പൗലോസ് പ്രവർത്തിച്ച സ്ഥലമാണ് ആസിയ. അതുകൊണ്ട് ധാരാളം സഭകൾ അവിടെ ഉടലെടുത്തു. തെളിവിനൊരു വാക്യം വായിര്, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 19:10. അത് 2 സംവത്സരത്തോളം നടക്കുകയായി. ഏതാ 2 സംവത്സരം? ബൈബിൾ ക്ലാസ്. അതിന്റെ 2 വാക്യം മേളിൽ കയറ്റി വായിച്ചേ അമ്മാമേ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചു, അടുത്തത് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ. അല്ല, ഇത് ഒരു വാക്യം മേളിൽ വായിച്ചാൽ മതി. 2 വർഷം ബൈബിൾ ക്ലാസ് എടുത്തു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ചു പോന്നു. ദിനംപ്രതി ദൈവവചനം പഠിപ്പിച്ചെന്ന്. അടുത്തത് അത് 2 സംവത്സരത്തോളം നടക്കുക. അപ്പൊ 2 വർഷം ആസിയിൽ ദൈവവചനം പഠിപ്പിച്ചു പൗലോസ്. അതുകൊണ്ടാ സഭ ധാരാളം ഉണ്ടായത്. മൊത്തം 3 വർഷത്തെ വേല. 19-ാം അധ്യായത്തിന്റെ 31 വായിച്ചേ. ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാർ ആകയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകരുതെന്ന്. അത് പ്രശ്നമുണ്ടാക്കിയ പക്ഷം 20-31 ഒന്ന് വായിച്ചേ. ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരാകയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകരുതെന്ന് അവരും അവന്റെ അടുക്കൽ അങ്ങളയച്ച് അപേക്ഷിച്ചു. ജനസംഘം കലക്കത്തിലായി. അമ്മ വായിക്കുന്ന 20-31 അതുകൊണ്ട് ഉണർന്നിരിപ്പി. അപ്പൊ മുമ്പേ വായിച്ചത് ഏതുകൊണ്ടാ? ഞാനങ്ങ് അടങ്ങ വായിര. അതുകൊണ്ട് ഉണർന്നിരിപ്പി. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളി. 3 കൊല്ലം അതിൽ 2 കൊല്ലം ബൈബിൾ ക്ലാസ്. അതുകൊണ്ടല്ലയോ അവിടുന്ന് പോകാൻ നേരത്ത് സെന്റോ മീറ്റിങ്ങിന് ധന്യനായ പൗലോസ് പറഞ്ഞല്ലോ. അമ്മേ 20-17 വായിച്ചേ. മിലേത്തോസിൽ നിന്ന് വായിര്. ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. മിലേത്തോസിൽ നിന്ന് ഒന്ന് പൊക്കോട്ടെ, തിരിച്ചു വരും ഞാൻ. ഞാൻ താഴോട്ട് പോകുന്നോർത്ത് വർത്താനം പറയോ അശ്രദ്ധയോടിരിക്കരുത്. പോയതുപോലെ ഞാൻ തിരിച്ചു കയറി വരും. അമ്മ വായിച്ചോ. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു, സഭയിലെ മൂപ്പന്മാരെ വരുത്തി. ഞാൻ താഴോട്ട് പോകാതെ കാര്യം നടക്കുകയല്ല. വായിരേ. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ അപ്പോൾ മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി എങ്ങനെയിരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും. ശ്രദ്ധിച്ചേ, 3 കൊല്ലം പൗലോസ് ഈ ആസിയിൽ സഭയുണ്ടായ ചരിത്രമാ പറയുന്നത്. ആസിയിലെ സഭകൾക്ക് യോഹന്നാൻ വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നത് 4-ാം വാക്യത്തിൽ അങ്ങനെ കണ്ടേ. ആസിയിലെ 7 സഭ. ഒന്നുകൂടെ 1:4 വായിരും. വെളിപ്പാട് 1:4. യോഹന്നാൻ ആസിയിലെ 7 സഭ. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. ഇതാണ് ആസിയിലെ 7 സഭ. അപ്പൊ ശ്രദ്ധിച്ചേ, ആസിയിലെ 7 സഭ. ഈ സഭ എങ്ങനെ ഉണ്ടായി? പൗലോസ് ആസിയിൽ വന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. എഫെസോസിൽ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പക്ഷെ അവിടെ നിന്നെല്ലാം തിരിച്ച് പൗലോസ് വീണ്ടും വന്നു. പൗലോസ് വന്നത് നമുക്കറിയാം. അപ്പൊ 18 വായിക്കുന്നത്,
പൗലോസ് പുറത്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തിയെന്ന ആ 19 ഒന്ന് വായിക്കേ 19 അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചതിന് ഉണ്ടെന്ന് പോലും ഞങ്ങള് കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. നിർത്ത് സഭയ്ക്കകത്തുള്ളത് അകലെയെണ്ണോ അഭിഷേകം പ്രാപിക്കണം. പാട്ടുകാരെല്ലാരും അഭിഷേകം പ്രാപിക്കണം, വായിക്കുന്നവർ അഭിഷേകം പ്രാപിക്കണം, പാടുന്നവർ അഭിഷേകം പ്രാപിക്കണം, ദൈവദാസന്മാരെല്ലാം അഭിഷേകത്തിൽ നിറയണം, ദൈവജനം അഭിഷേകം. ഇത് പെന്തിക്കോസ് വളർന്നത് പണത്തിന്റെ ഹുങ്ക് കൊണ്ടോ അവൻ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടൊന്നുമല്ല, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആത്മാവിൽ ബലപ്പെടുന്ന ദൈവമക്കളെ കൊണ്ടാ. അതുകൊണ്ട് ആരാധനയ്ക്ക് വന്ന് കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കരുത്. ഇന്ന് രാത്രി നീ ആത്മാവിൽ ബലപ്പെട്ട് ആത്മശക്തിയോടെ ബലപ്പെട്ട് വേണം നീ ദൈവത്തെ ആരാധിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ 3 വർഷം ഇവിടെ വേല ചെയ്തത് പൗലോസ് വന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അവര് പറയോ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാ തമ്പാറെടുത്തോന്നല്ല പറഞ്ഞേ. തമ്പാറെടുത്ത് അടിക്കാനായ ഉള്ള 2 കൊണ്ടുപോകാം, കമത്തിയിട്ട് അടിച്ചേക്കാം. നിങ്ങളുടെ സ്നാനമേതാ? കാര്യമൊക്കെ ചോദിച്ചു, ഉപദേശം പറഞ്ഞവരെ കാര്യം പഠിപ്പിച്ചു. എന്തിനേറെ 3 കൊല്ലം വേല ചെയ്തു. ആ 3 കൊല്ലത്തെ വേല 2 കൊല്ലം തുറന്നോസിന്റെ പാഠശാലയിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചത് കൊണ്ട് ആശയിലുള്ള സകല ആൾക്കാരും ദൈവത്തിന്റെ വചനം പഠിച്ചു. 3 വർഷം വേല, പിന്നെ 1 വർഷത്തെ വേല നിഷ്പക്ഷമായിട്ട് പഠിച്ചാൽ എല്ലാരോടും പൗലോസ് സുവിശേഷം അറിയിച്ചു. കണ്ടവരോട് ചന്തസ്ഥലത്ത്, വഴിവക്കത്ത്, പുഴവക്കത്ത് മെനക്കെടാതെ വീട് തോറും പരസ്യമായി രഹസ്യമായി ചെറിയവനോടും വലിയവനോടും സുവിശേഷം എല്ലാവർക്കും ആവശ്യമാ. ചെറിയവനും ആവശ്യമാ, വലിയവനും ആവശ്യമാ, സമ്പന്നനും ആവശ്യമാ, ദരിദ്രനും ആവശ്യമാ, കറുത്തവനും ആവശ്യമാ, വെളുത്തവനും ആവശ്യമാ, കുചേലനും കുബേരനും ആവശ്യമാ. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാ. സുവിശേഷം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി വിടുതലോടെ വേണം തിരിച്ചു പോകാൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. ആമേൻ. ഈ വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ വചനത്തിൽ നിന്നായി പറയുന്നതെന്ന് തെളിയിക്കാനാ വായിപ്പിക്കുന്നേ. ചെല്ലു പറയുന്നത് വളിപ്പ് പറഞ്ഞു വെച്ച് പോകുന്ന പോടാ നിന്റെ കുന്തം. ഇത് പറഞ്ഞല്ല വളിപ്പാണോ മാണിച്ച? വളിപ്പല്ല, ഇത് വചനത്തിൽ നിന്നാണ് തെളിയിക്കാനാ വായിക്കുന്നത്. നീയും കൂടെ ചൊവ്വനെ കേട്ടു, അതിനല്ലേ വായിപ്പിക്കുന്നേ. ഞാൻ എന്നെ കാവാലത്തിൽ നിർത്തിക്കൊണ്ട് വന്നതാണോ? ഇത് ദൈവത്തിന്റെ വചനമാ, അതുകൊണ്ടായി വായിപ്പിക്കുന്നേ. അമ്മാമ്മ വായിര് കേക്കട്ടെ, അവനൂടെ കേക്കട്ടെ. വായിക്കല്ലേ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് വന്ന് അപ്പൊ സെന്റോ മീറ്റിങ്ങിന് പറയുക. ഇടയ്ക്കത്തെ എല്ലാം ഞാനങ്ങ് വിടുക, സമയത്തെ ഭയപ്പെടുന്നുകൊണ്ട്. 3 വർഷം വേല ചെയ്തു. വേല കഴിഞ്ഞേച്ച് പൗലോസ് പോയി യെരുശലേമിൽ. അപ്പോൾ മിലേത്തോസിൽ നിന്ന് സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. അവരവൻ്റെ അടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ കാര്യമാണ് അടുത്ത കണ്ണിക.
എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന്, 20-ാം അധ്യായത്തിന്റെ 17 വായിച്ച മുമ്പേ അതിന്റെ മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു. ഇനി അടുത്ത കണ്ണിക, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും. പേരെന്തുവാ? പേര് ബിൻസി. കൊള്ളുകാലത്തെ പേരാന്നോ? നല്ല പേരാ, ഉറക്കെ പറ. ബിൻസി. ബിൻസി. അങ്ങനെ തന്നെ പറ. അപ്പോൾ ഞാൻ ആശയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. ഇന്ന് രാത്രി കർത്താവിനെ സേവിക്കുന്നത് കഷ്ടമെല്ലാം മാറ്റിയല്ല, കഷ്ടതയോടുകൂടെ നീ കർത്താവിനെ സേവിക്കണ്ടേ. പുതിയ ഉപദേശക്കാര് പറയുന്നത് യേശുവിനെ അറിഞ്ഞാൽ മതി എല്ലാ കഷ്ടവും മാറും. അയ്യോ, വിഡ്ഢിത്തമാ, അബദ്ധമാ, ദുരുപദേശമാ. യേശുവിനെ അറിഞ്ഞാൽ എല്ലാ കഷ്ടവും മാറത്തില്ല. പക്ഷേ കഷ്ടങ്ങളിൽ നിന്നെ പുലർത്തുവാൻ, കഷ്ടതയിൽ പാടുവാൻ, കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവ കൃപ പകരും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടിടുവീ, എന്നൊരു ചെയ്ത ജയവീരൻ കൂടെയുള്ളതിനാ. ലോകത്തിൽ നിങ്ങൾക്ക് ധൈര്യപ്പെട്ടിടുവിൽ. സേവിച്ചു. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയാനുണ്ട്. 3 വർഷം വേല ചെയ്തു. എന്നിട്ട് പൗലോസ് പറയുക, ഇപ്പൊ ഞാൻ യെരൂശലേമിലേക്ക് പോകുകയാ, കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായി കാത്തിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പ്രസ്താവിക്കുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടവും കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ദൈവത്തിന്റെ പൈതല് കഷ്ടതയിൽ പതറിപ്പോകരുത്, പ്രതികൂലങ്ങളിൽ നടുങ്ങിപ്പോകരുത്, പോരാട്ടങ്ങളിൽ നിരാശപ്പെട്ടു പോകരുത്. ദൈവമേൽപ്പിച്ച ശുശ്രൂഷ, ദൈവമേൽപ്പിച്ച ശുശ്രൂഷ, എന്റെ സഹപടന്മാര് ദൈവമേൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തരെ നന്ദി ഈ ശുശ്രൂഷ കേൾക്കത് കൊണ്ട് അത് നന്നായി ചെയ്തോണം. പൗലോസ് പറഞ്ഞു, ഈ ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയും. പിന്നെ പൗലോസ് എഫെസോസിൽ നിന്ന് പോകാൻ നേരത്ത് ഒരു ദൂത് പറഞ്ഞു സഭയോട് പറഞ്ഞു, ഞാനേ ഇപ്പൊ പോവുക, ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയല്ല. യെരൂശലേമിലോട്ട് പോവുക, കഷ്ടങ്ങളും ബന്ധനങ്ങളും ഉണ്ടെന്ന് ആ ദൂത് പറഞ്ഞേക്കുന്നത്. ഇനി അവിടെ ചെല്ലും പറയാ എന്തോ കോടാലിയാന്ന്, എന്ത് വാങ്ങലും കൊള്ളാം, ഞാൻ പ്രാണനെ വലിയതായിട്ട് എണ്ണുന്നില്ല. എന്നിട്ട് പൗലോസ് പറയും, പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പം ഈ സഭയ്ക്കകത്ത് പെന്തിക്കോസ് ശൈലി പറയാം 2 പോരാട്ടം ഉണ്ടാകും. ഈ സഭയ്ക്കകത്ത് 2 പോരാട്ടം. ആ 2 ഞാൻ പോയി കഴിഞ്ഞേ ഉള്ളൂ, ഞാൻ നിൽക്കുമ്പോൾ ഒക്കത്തില്ല. ഞാൻ പോയി കഴിയുമ്പോൾ 2 പോരാട്ടം. അമ്മാമേ ബിൻസി വായിച്ച 29. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരുമെന്ന്. അപ്പൊ 1ാമത്തെ പോരാട്ടം വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടമാണ്. നിങ്ങളുടെ ഇടയിൽ കിടക്കും. എപ്പോഴാ? ഞാൻ പോയ ശേഷം. എന്റെ ഭാഷ പറഞ്ഞ പൗലോസ് നിൽക്കുമ്പോ ഒരുത്തന്റെയും പിത്തലാട്ടം, ഇഞ്ചിയിലപ്പച്ചനുള്ളപ്പോ ഒരുത്തരുടെയും പിത്തലാട്ടം. എന്നാ ബാബുചാൻ ഒരു
അപ്പനുള്ളപ്പോ അപ്പന്റെ മുന്നിൽ ചെന്ന് ഇത് തന്നെ പൗലോസ്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയാം. ചെന്നാ വരുന്നത് ഉമ്മ വെക്കാനാന്നോ മാണിച്ച? അവൻ കടിച്ചു കീറാൻ. 49:27 ഉൽപ്പത്തി വായിര് ഇൻസിയേ. 49:27 ഉൽപ്പത്തി പെട്ടെന്ന്. ഓ അതുങ്ങളെ തപ്പ് കണ്ടു. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. സഭയ്ക്കകത്ത് വരുന്നത് സഭയെ നശിപ്പിക്കാനാ, കടിച്ചു കീറാനാ വരുന്നത്. പാപപ്പെട്ട ദൈവമക്കളെ കടിച്ചു കീറാൻ, ആരാധിക്കുന്ന ദൈവമക്കളെ കടിച്ചു കീറാൻ, പ്രാർത്ഥിക്കുന്നവനെ കടിച്ചു കീറാൻ, ഉപവസിക്കുന്നവനെ കടിച്ചു കീറാൻ, ആത്മാവിൽ ബലപ്പെടുന്നവനെ കടിച്ചു കീറാൻ. ഇന്ന് രാത്രി അങ്ങനെയുള്ള പോരുകളുടെ മേൽ ദൈവമക്കൾ ജയമെടുക്ക. കയ്യം കെട്ടി വായും പൂട്ടിയിരിക്കാതെ ഇന്ന് രാത്രി ജയമെടുക്ക്. നിന്നെ കടിച്ചു കീറുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, തകർത്തു കളയുവാൻ വരുന്ന ദുഷ്ട വ്യാപാരങ്ങളെ, കാനം സെന്ററിനെ കടിച്ചു കീറുവാൻ, അവൻ ദൈവദാസന്മാരെ കടിച്ചു കീറുവാൻ, സഭകളെ കടിച്ചു കീറുവാൻ. ഞാൻ ദൂതാ പറയുന്നത് ഏറ്റെടുത്ത് വിടുതലെടുക്ക്. ഇന്ന് രാത്രി ഈ സെന്ററിനോട് വിടുതലാകട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുമ്പോൾ ഓരോ സഭയ്ക്ക് വിടുതലാകട്ടെ. ആസിയിലെ സഭകൾക്ക് വിടുതലായതുപോലെ ഇന്ന് രാത്രി വിടുതൽ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പൗലോസ് പറയാ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വായിക്കേ. കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്നാ ചെന്നായെ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. വെളിയിൽ നിന്ന് വരും. രണ്ടാമത്തെ പോരാട്ടം അടുത്തത്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, അത് കടിച്ചു കീറാൻ വരുന്നതാ. രണ്ട്, നിങ്ങളുടെ ഇടയെന്ന് തന്നെ വിപരീത ഉപദേശം എഴുന്നേൽക്കും. പെന്തിക്കോസിന്ന് തന്നെ എഴുന്നേൽക്കും. IPC തന്നെ. ഇനി എന്നാ എഴുന്നേക്കാന്? അല്ല, കാനം സെന്ററിൽ നിന്ന് തന്നെ കയ്യൊക്കെ ഇങ്ങനെ ഒക്കെ വെക്കുമ്പോ എനിക്കറിയാം കേറി ഏക്കുന്നുണ്ടെന്ന്. പൗലോസ് പറയാ, ഞാൻ പോയി കഴിയുമ്പോൾ രണ്ട് പോരാട്ടം. ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, രണ്ട് അകത്ത പോരാട്ടമാ. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദുരുപദേശക്കാരെഴുന്നേക്കുവന്ന്. അങ്ങനെ എഴുന്നേക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇച്ചിരി ആടാ, ഇച്ചിരി പാടാ, ഇച്ചിരി കൂടാ, ഇച്ചിരി കുടിക്ക, ഇച്ചിരി വലിക്ക, ഇച്ചിരി തൂക്ക, ഇച്ചിരി വടിക്ക, ഇച്ചിരി കണ്ടിക്ക. അത്യാവശ്യം നാണം ഒന്ന് മറയ്ക്കുന്നതിന് മതി തുണി, അല്ലെങ്കിൽ അധികം ഒന്നും എല്ലാം ഇച്ചിരി. അങ്ങനല്ലേ ഇപ്പം 28 കെട്ടിന് പോകാം, മാമോദിസയ്ക്ക് പോകാം, ആണ്ടിയാത്തത്തിന് പോകാം, അടിയന്തരത്തിന് പോകാം, ഇൻകിലാബ് വിളിക്കാൻ പോകാം, പാർട്ടിയുടെ പരിപാടിക്ക് പോയി ബൂത്തിലിരിക്കാം, ബാലറ്റ് പേപ്പറൊക്കെ കൊണ്ട് എന്നാ പരുങ്ങുന്നേ. എന്തും ചെയ്യാം. പാച്ചോറ് കഴിക്കാം, അരവണ പായസം കഴിക്കാം, ഈസ്റ്റർ ആഘോഷിക്കാം, ക്രിസ്തുമസ് കേക്ക് മുറിക്കാം, നക്ഷത്രം തൂക്കാം. നമുക്ക് ഒക്കുന്നെങ്കിലും ഒരു കരാളിന് ദൈവത്തിന് മഹത്വം. അയ്യോ, ഇതിനകത്ത് ദുരുപദേശക്കാരികൾ
എടാ, പെന്തിക്കോസിന് ഒരു ഉപദേശമുണ്ട്. എല്ലാരും ഇത് കുത്തഴിഞ്ഞതല്ല, കയറ് പൊട്ടിച്ചതല്ല. ഏകവിടത്തിന്റെ കൊമ്പുകളോളം ഏകപശുവിനെ കയറുകൊണ്ട് കെട്ടണം. ഇത് അടിച്ചു വിട്ടതല്ല, ഇതിന് പ്രമാണമുണ്ട്. എന്താ പ്രമാണം? ഒന്ന് മാനസാന്തരപ്പെട്ട യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ രക്ഷകനായി സ്വീകരിച്ചവർ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, യേശുനാമത്തിൽ അല്ല, മുങ്ങണം, നിമജ്ഞനം, അഭിഷേകം പ്രാപിക്കണം. എന്തുവാ പറയാനേ? അങ്ങനെ മുങ്ങുകയെന്നാന്നോ മുങ്ങിയെന്നാന്നോ? എന്തുവാ പുള്ളി പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതിരിക്കുന്നതാ ഇപ്പം നല്ലത്. ദൈവത്തിന് മഹത്വം. അഭിഷേകം പ്രാപിക്കണം. ഇത് ആരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. സഭയ്ക്കകത്ത് വരുന്ന സകല ആൾക്കാരും അഭിഷേകം പ്രാപിച്ച ആത്മസ്നാനത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. നീ വേർപാട് പാലിക്കണം. ലോകക്കാരെ പോലെ മറ്റുള്ളവരെ പോലൊന്നും കുത്തടിയാൻ നമുക്ക് പ്രമാണമില്ല. നമുക്ക് പ്രമാണമുണ്ട്. ലേവ്യ പുസ്തകം 18:1 വായിച്ച യഹൂദനോട് പറഞ്ഞ പ്രമാണം. ലേവ്യ 18:1 പെട്ടെന്ന് വായിര്, പെട്ടെന്ന് ലേവ്യ 18:1. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. പിന്നെ നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. രണ്ട് നടപ്പും വേണ്ട. ഇവിടെ നേരത്തെ പാർത്തെടുത്ത് ഒന്നും ഇതിനകത്ത് വേണ്ട. ഇനി ചെല്ലുന്ന നാട്ടില് അമോര്യരും ഹിത്യരും ഹിർവ്യരും അർഗ്യരും പെരിശ്യരും യബൂസ്യരും ഒക്കെ ഉണ്ട്. അവർക്ക് വേറെ നടപ്പുണ്ട്. അതും പാടില്ല. പിന്നെന്തുവാ? ഞാൻ നിങ്ങൾക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. ഞാൻ തരുന്ന പ്രമാണം പോലെ വേണം നിങ്ങൾ നടക്കാൻ. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ വിഗ്രഹത്തിന് ദൈവാലയത്തോട് പണ്ടൊരാൾ വായിച്ചു കൊടുത്തു, വിഗ്രഹങ്ങൾക്ക് ദൈവാലയത്തോട് എന്തോ ഒരു യോഗ്യത. വായിച്ച പുള്ളിക്കും വലിയ തിട്ടമില്ല. പുള്ളിയും പറഞ്ഞു എന്തൊരു യോഗ്യത. ദൈവമക്കൾ വേർപാട് പാലിക്കണം. നാടോടുമ്പോ നടുവേ കൂടുന്നില്ല. പെന്തിക്കോസിന് ഉപദേശമുണ്ടെന്ന് ചില ആൾക്കാർ ധരിച്ചു. ഉപദേശവും പ്രമാണവും ഒന്നുമില്ല. എന്നല്ല, ഇതിന് കർക്കശമായ പ്രമാണമുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാ, ഞാൻ പോയ ശേഷം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. ഓടിച്ച ഭാഗം വിടാം. പൗലോസ് പറഞ്ഞേച്ച് പോയി. ചരിത്രം പറയുന്നത് 1 കൊല്ലം തികയുന്നതിന് മുന്നേ സഭയ്ക്കകത്ത് ദുരുപദേശം പറയുന്നവര് എഴുന്നേറ്റ്. വായിച്ചേ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിച്ചേ. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. രണ്ടെണ്ണം പൗലോസ് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോ ഇതിനകത്ത് കക്ഷികൾ എഴുന്നേക്കും. പൗലോസ് പോയി 1 കൊല്ലം തികയുന്നതിന് മുന്നേ ഹുമനയോസും അലക്സാണ്ടർ, നല്ല പേരാ, ഹുമനയോസും അലക്സാണ്ടറും. ഡോക്ടർ റോറൻ അലക്സാണ്ടർ, പേരൊക്കെ നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ നല്ല വെടിക്കെട്ട് പേരാ, ഇല്ലയോടാ? നീ എന്നെ ഇങ്ങനെ ഇരിക്കുന്നു, തുമ്പിയെ പിടിക്കാനിരിക്കുമ്പോൾ. അപ്പൊ ശ്രദ്ധിച്ചേ, നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ വെടിക്കെട്ട് പേരാ. ഹുമനയോസും അലക്സാണ്ടറും. അവർ ഞാൻ പോയ ശേഷം ആൾക്കാർ എഴുന്നേക്കും. ഇവിടെ വായിക്കുന്നത് 19-ാം വാക്യം. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെയൊക്കെ പണ്ട് സാത്താനെ ഏൽപ്പിക്കും. നമ്മളെ കൊണ്ട് പറഞ്ഞിട്ടൊന്നും ഒക്കാത്തതിനെയല്ല സാത്താന് കൊടുക്കും. സഭയായിട്ട് താവേ ശാശിന്റെ കയ്യിലോട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പം പിശാചിൻ്റെ കയ്യിൽ കൊടുത്താൽ പിശാച് നല്ല പരുവത്തിനെ അടിച്ച് അവനെ ഒതുക്കി ഇതിനകത്ത് കൊണ്ടുവരും. അവസാനം അങ്ങേയറ്റം പറ്റുമ്പോൾ ഇവൻ പറയും, പാസ്റ്ററെ തെറ്റിപ്പോയി, വയ്യ, ഞങ്ങളുടെ വീട്ടിൽ ചില ദിവസം പ്രാർത്ഥന, അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പം പിശാചിന് പോലും ഒരുത്തനെ കിട്ടുന്നില്ല. നമ്മൾ വ്യാജിനെ ഏൽപ്പിച്ചപ്പം അവനെയും കൊണ്ട് വേറെ സഭക്കാർ പോയി.
അവനെ അവിടെ കൊണ്ടുവന്ന് സെക്രട്ടറി ആക്കി. പിശാചു ഇപ്പൊ കടന്ന് കരയുക, ദൈവമേ വല്ലപ്പോഴും ഒരെണ്ണത്തിനെ കിട്ടുന്നത്, അതിന് അവരും കൊണ്ടുപോയി. അപ്പൊ ഈ ഹുമനയോസും അലക്സാണ്ടറും രണ്ടെണ്ണം ഇവരെഴുന്നേറ്റ് ദുരുപദേശം പഠിപ്പിച്ചു. എന്തുവാ ദുരുപദേശം പഠിപ്പിച്ചത്? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചേ. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒടിഞ്ഞിരിക്കുക ആ വകക്കാർക്ക് അപക്വത അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അടുത്തത് ഹ്യൂമനിയോസും പീലേത്തോസും ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവർ സത്യം വിട്ട് തെറ്റി. അതാ പഠിപ്പിച്ച ദുരുപദേശമാണ്. അവർ സത്യം വിട്ട് തെറ്റി. അടുത്ത പദം പുനരുത്ഥാനം കഴിഞ്ഞു. ഇതാ പഠിപ്പിച്ച ദുരുപദേശം. പൗലോസ് ആത്മാവിൽ പറഞ്ഞു, ഞാൻ പോയ ശേഷം ഇവിടെ ദുരുപദേശം പഠിപ്പിക്കുന്നവർ എഴുന്നേക്കും. മൂപ്പന്മാരോട് പറഞ്ഞു ശ്രദ്ധിക്കാൻ. മൂപ്പന്മാർക്ക് ഇതിന് നേരെ ഒന്നും, അവർക്ക് എങ്ങനെയും കസാര കിട്ടണം, ചാകുന്നത് വരെ ഒരു കസാലിരിക്കണം, കൗൺസിലിൽ കയറണം, സെക്രട്ടറി ആകണം, മെമ്പർ ആകണം, കർട്ടൻ മുറിക്കണം, കല്ലിടണം, ഉള്ള കല്യാണം മുഴുവൻ അടക്കത്തിനൊന്നും എല്ലാവരും പോകുകയല്ല. വലിയ പുള്ളിക്കാരാന്ന് എല്ലാവരും ഇറങ്ങും. പാവത്തങ്ങൾ വല്ലതും മരിച്ച ഏറെ വരാനാ. വലിയ പുള്ളിക്കാരാണെങ്കിൽ സകല എണ്ണോ പിന്നെ പുലി ഇറങ്ങുന്നത് പോലെ ഇറങ്ങും. ഞാൻ പറഞ്ഞ സത്യമാണോ അസത്യമാണോ ഇപ്പൊ പറയണം. കറക്റ്റ് അല്ലേ പറഞ്ഞു? എവിടാ വീട്? 8-ാം മൈലാകുമ്പം കാര്യം അറിയാം. ഇല്ലിവളവല്ലോ, ഇല്ലിവളവ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം അകത്തോട്ട് പോണോ? ആയിക്കോട്ടെ. വലിയ വീട്ടിലെ ആൾക്കാർ മരിച്ചാൽ എല്ലാവരും ഞാൻ എൻ്റെ ഒരു രീതി, എനിക്ക് അങ്ങനില്ല. ഞാൻ കഴിവിൻ്റെ പരമാവധി ആര് കടന്നു പോയാലോ അറിഞ്ഞാലോ അവിടെ ചെല്ലും. അത് വലുതെന്നോ ചെറുതെന്നോ. ഞാനും ഈ ശിവപാസും കൂടെ ഒരു ദിവസം ഒരു തള്ള മരിച്ചു. അന്ന് 8 അടക്കം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് വെളുപ്പിനെ പോകാം. ഞങ്ങൾ വെളുപ്പിനെ ചെന്നപ്പം തള്ള തന്നെ കിടക്കുക, ആരുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ പാട്ട് പാടിയിരുന്നു. അവരുടെ കുഴപ്പമല്ല, അവർ രാത്രി ഉറക്കം ഉളച്ചേച്ച് പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ പോയത്. ആ സമയം ഞങ്ങൾക്ക് എല്ലായിടത്തും ചെല്ലണ്ടേ. ഞങ്ങൾ ചെന്നപ്പോൾ ഈ കുട്ടിയമ്മ തന്നെ കിടക്കുക. ഞങ്ങൾ പിന്നെ 2 പാട്ട് പാടിയപ്പം ഒരുത്തൻ ബ്രഷുമായിട്ട് അയ്യോ പാസ്റ്റാണോ വന്നെന്ന്. വേറൊരു വീട്ടിൽ നമ്മൾ എല്ലായിടം എടിമറ്റൂരിനപ്പുറം ചെന്നപ്പം ഡെഡ് ബോഡി വന്നില്ല. 10:30 ആയപ്പോൾ ചെന്നപ്പോൾ അവൻ പോയിട്ടുണ്ടെന്ന്. അല്ല, ഞാൻ പറഞ്ഞത് ചെറിയവൻ്റെയും വലിയവൻ്റെയും എടുക്ക പോണമല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ അത് വിഷയം നമുക്ക് വിടാം. അപ്പോൾ ഇവര് പോയി കഴിഞ്ഞപ്പോൾ 2 പേര് എഴുന്നേറ്റ് ദുരുപദേശം. ഇവര് പഠിപ്പിച്ച ദുരുപദേശമാ അവൻ പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിച്ചു. പുനരുത്ഥാനം കഴിഞ്ഞെന്ന് പൗലോസ് പഠിപ്പിച്ചു പോയത് പുനരുത്ഥാനം കഴിഞ്ഞിട്ടില്ല. നമ്മൾ പുനരുത്ഥാനത്തിനായി കാത്തിരിക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യം ഇതൊക്കെയാ പഠിപ്പിച്ചത്. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏത് വിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മടികൾ എത്ര ദൈവമോ ഓരോന്നിനും അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ. പക്ഷികളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനോ അവനെ തന്നെ. ദ്രവത്വത്തിൽ വിതക്കപ്പെടുന്നു, മാതൃത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, മറ്റവൻ സ്വർഗീയൻ. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കും. അതാ നമ്മുടെ പ്രത്യാശ. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും.
എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ചതിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞു കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഏതാനും മിനിറ്റ് കൊണ്ട് വചന ശുശ്രൂഷ എനിക്കൊന്ന് 9 ആയോ 9:30 ആയോ? 9:30 എന്നാ അങ്ങ് നിർത്തായതായിരിക്കും നല്ലത്. എല്ലാവരും പോകണ്ടായോ? ഇനിയും വാക്യം വായിപ്പിക്കുന്നില്ല, കാര്യം പറഞ്ഞങ്ങ് നിർത്തുക. കുറുവാക്യം ഇതാ, അല്ല ഞാൻ താഴെ നിൽക്കുന്നത് ഗുണമായി. ഇപ്പം നിർത്തിയേക്കാം. 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ ജയിക്കുന്നവൻ ഓടിച്ചു പറയാൻ വാക്യം വായിപ്പിക്കുന്നില്ല. ഓരോ സഭയോടും ദൂത് പറയുമ്പോൾ അവൻ ജയിക്കേണ്ട വിഷയമുണ്ട്. എഫെസോസുകാരോടൊക്കെ പറയുമ്പോ പറയാ കള്ളയപ്പോസ്തലന്മാരെ ജയിച്ചോണം. വേറൊരു ഭാഗത്ത് പറയാ ഇസബേൽ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്, അതിനെ ജയിക്കണം. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്നവരെ ജയിക്കണം. ബിലയാമിന്റെ ഉപദേശം പഠിച്ചിരിക്കുന്നവരുണ്ട്, അവരെ ജയിക്കണം. നിക്കലോവിയ ഉപദേശക്കാരെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ധാരാളം കാര്യം ജയിക്കണം. ഈ ഓരോ സഭയോടും ദൂത് പറയുമ്പോൾ അതിന് ചില പ്രത്യേക നടപടിക്രമമുണ്ട്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം. 1, കർത്താവ് സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദനം. 3, ആക്ഷേപം. 4, പ്രബോധനം. 5, വിവേചനം. 6, മുന്നറിയിപ്പ്. 7, പ്രതിഫലം. ഇങ്ങനെ 7 അടിസ്ഥാന തത്വത്തിലാണ് ദൂത് പറയുന്നത്. എല്ലാം വിവരിക്കുന്നില്ല. ഇത്രയും സഹിച്ച് നിങ്ങൾ സഹകരിക്കുന്നതിന് നന്ദി. പെട്ടെന്ന് നിർത്താം. അപ്പൊ കർത്താവ് എല്ലാ സഭയ്ക്കും തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. എന്തുവാ പരിചയപ്പെടുത്തിയത്? സ്മുർന സഭ വളരെ പ്രതികൂലങ്ങളിൽ കൂടി പോയ സഭയാണ്. ഏതാണ്ട് AD 100 മുതൽ AD 302 കാലയളവാ ഈ സഭയുടെ ചരിത്രമെന്ന പഠിതാക്കൾ പറയുന്നത്. ഏതാണ്ട് 200 കൊല്ലത്തോളം കാലക്കണക്ക്. പക്ഷെ 200 കൊല്ലത്തിൽ സഭ ശക്തമായ പീഡയിൽ കൂടി കടന്നുപോയി. ചരിത്രത്തിലേക്ക് പോകുന്നില്ല, ദൈവദാസന്മാർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഈ സഭയുടെ പീഡയുടെ കാലത്താ പോളികാർപ്പിനെ കൊല്ലുന്നത്, അഗ്നിക്കരയാക്കുക. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പോളികാർപ്പ് എന്ന് പറയുന്ന ദൈവദാസനെ അഗ്നിക്കരയാക്കാൻ നേരത്ത് പറഞ്ഞു യേശുവിനെ തള്ളിപ്പറഞ്ഞ. ഏതാണ്ട് 86 വയസ്സുണ്ട് പോളികാർപ്പിന്. 86 വയസ്സുള്ള വന്ധ്യനായ വയോധികനാകുന്ന പോളികാർപ്പിനെ അഗ്നിക്കരയാക്കാൻ ഓർത്ത് പറഞ്ഞു യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ രക്ഷപ്പെടാം. അപ്പൊ പോളികാർപ്പ് എന്ന് പറയുന്ന ആ ദൈവദാസൻ പറഞ്ഞു, കഴിഞ്ഞ 86 കൊല്ലമായിട്ട് എനിക്കൊരു ദോഷവും വരുത്താത്ത, എനിക്കൊരു നാശവും വരുത്താത്ത, എനിക്കൊരു തെറ്റും വരുത്താത്ത എൻ്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു ദോഷവും വരുത്താത്ത, നിനക്കൊരു കെടുതിയും വരുത്താത്ത നസറായനാകുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്.
ഈ ദൈവദാസൻ പറഞ്ഞു, എനിക്ക് 86 കൊല്ലമായിട്ട് ഒരു ദോഷവും വരുത്തിയിട്ടില്ല, ഞാനിതിനാ തള്ളിപ്പറയാനേ. അഗ്നിക്ക് ഏൽപ്പിച്ചു. ഇങ്ങനെ സഭ പീഡയ്ക്കകത്തൂടെ വിവരിക്കുന്നില്ല അധികം. പീഡയ്ക്കകത്തൂടെ പോയി അനേകരെ തീക്കരയാകുന്നു, വന്യജീവികൾക്ക് ഇട്ടുകൊടുക്കുന്നു, ഗളച്ഛേദം നടത്തുന്നു, വലിയ പ്രശ്നം. അങ്ങനെയുള്ള പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ കൂടെ പോവുക. 100 കണക്കിന് വിശുദ്ധന്മാരെ കൊന്നൊടുക്കുന്നു. 100 കണക്കിന് വിശുദ്ധന്മാർ മരിച്ച് മണ്ണോട് ചേരുന്നു. ജനമെല്ലാം ഭയത്തിലും അവൻ വളരെ മനപ്പീഡകളിൽ കൂടെ പോകുക. അന്നേരം സഭയ്ക്ക് കർത്താവ് ഒന്ന് പരിചയപ്പെടുത്തുക. 8-ാം വാക്യം വായിച്ച് എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? 8-ാം വാക്യം വായിര്. മുർന്നയിലെ സഭയിലെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത എന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുക. പോളികാർപ്പിനെ കൊന്നു, വിശുദ്ധന്മാരെ പലരെയും കൊന്നു. അപ്പൊ സഭയോട് പറയുക, നിങ്ങളോട് സംസാരിക്കുന്ന ഞാനാണെന്നറിയാമോ? ഞാൻ മരിച്ചവനാ, പക്ഷേ എന്നേക്കും ജീവിച്ചെഴുന്നേറ്റവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപേ മണ്ണോട് ചേർന്ന വിശുദ്ധന്മാരുണ്ട്. അവരെന്നേക്കുമായിട്ട് മരിച്ചവരല്ല. ദൈവത്തിന് മഹത്വം. അവർ ജീവിക്കുന്ന ഒരു സുദിനമുണ്ട്. പോളികാർപ്പിനെ അഗ്നിക്ക് ഇരകയാക്കിയപ്പം പോളികാർപ്പ് പറഞ്ഞെന്നാ പറഞ്ഞത്, ഈ തീ അല്പം കഴിയുമ്പോൾ കെടും, ഞാൻ അല്പനേരത്തേക്ക് എരിയുക ചെയ്യും, പക്ഷേ കെടാത്ത തീയിൽ ഞാൻ വീഴത്തില്ല. ഈ തീ ഇപ്പൊ കെട്ടുപോകുന്ന തീയാ. അല്പം കഴിയുമ്പം എൻ്റെ ശരീരവും കത്തിച്ചാമ്പലാകും, പക്ഷേ ഞാനൊരു പുത്തൻ ശരീരത്തോടെ വരികയും ചെയ്യും. കെടാത്ത തീക്കകത്ത് ഞാൻ വീഴത്തുമില്ല. ഇന്ന് രാത്രി ആ തീക്കകത്ത് ആരും വീഴരുത്. എനിക്ക് ഒത്തിരി കാര്യം പറഞ്ഞ് ഞാൻ വചനമെല്ലാം ധ്യാനിച്ച് ഒത്തിരി കാര്യമൊക്കെ ചിന്തിച്ചതാ. ആട്ടെ, എന്നാലും ഇത്ര സമയം തന്നതിന് നന്ദി. നിർത്തുക. ഒന്ന് പരിചയപ്പെടുത്തി. മരിച്ചു മണ്ണോട് ചേർന്ന ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റവനാ. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തി. 2 അഭിനന്ദനം പറഞ്ഞ അഭിനന്ദനം. അടുത്ത വാക്യം വായിച്ച അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഞാന് നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ അറിയുന്നുണ്ട്. സ്മരണ സഭ കഷ്ടതയുടെ വീഴ്ചകളെ കൂടെ പോവുക. വിശ്വാസികളിൽ പലരും ദരിദ്രരുമാണ് ലോകപരമായി. ഇപ്പം മുമ്പ് ഇവിടെ പരാമർശിച്ചല്ലോ, അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന വിഹിതം കൊണ്ടായി കൺവെൻഷൻ നടത്തുന്നത്. ഏതാണ്ട് സ്മരണ സഭയെ പോലെ. സമ്മതിക്കുകയല്ല, അത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. വളരെ ദാരിദ്ര്യ ദുഃഖത്തിൽ കൂടാ, എന്നാലും ഇത്ര ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നല്ലോ. ലോകം നോക്കുമ്പോൾ ദരിദ്രരാ, ലോകം നോക്കുമ്പോൾ ഭൗതികമായിട്ടൊന്നും. പക്ഷെ കർത്താവ് ഇവരെ അഭിനന്ദിച്ചു തന്നെന്നറിയോ? നീ ധനവാനാകുന്നെന്ന്. 2 വരക്കകത്തല്ലേ ഇട്ടേക്കുന്നത്? വായിച്ചേ. തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും അതൊന്നും അല്ലെന്നത്. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്ന താനും. അത് 2 വരക്കകത്തല്ലയോ? അതെ. എന്തിനാ 2 വര കൊടുത്തേ? നന്നായിട്ട് അഭിനന്ദിക്കുക. ലോകപരമായിട്ട് നീ ദാരിദ്ര്യ ദുഃഖത്തിൽ കൂടെ പോകുന്നത്, പക്ഷെ കർത്താവ് നോക്കുമ്പോൾ നീ സമ്പന്നനാ. ഏത് സമ്പന്നനാ? ദൈവിക വിഷയത്തിൽ. എന്നാൽ ലവോദിക്കക്കാര് പറഞ്ഞു ഞങ്ങൾ സമ്പന്നരാണ്. 3:17 പെട്ടെന്ന് വായിര്, പെട്ടെന്ന്. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. അപ്പൊ ലവോദിക്കാരൊക്കെ തന്നെ പറയാ, ലവോദിക്കക്കാര് പറയാ ഞങ്ങൾ സമ്പന്നരാണ്. അത് അവര് പറഞ്ഞതാ. എന്നാൽ സ്മുർണക്കാരോട് കർത്താവ് പറഞ്ഞ് നീ ധനവാനാകുന്നെന്ന്. ലവോദിക്കക്കാര് സമ്പന്നനാകുന്ന പറഞ്ഞപ്പോ കർത്താവ് അക്നിയാനുള്ള കണ്ണുകൊണ്ട് നോക്കി വെച്ച് പറഞ്ഞു, നിന്നെ പോലൊരു ഗതികേട് പിടിച്ചവൻ, അരിഷ്ടനും നിർഭാഗ്യനും ഇത്ര ഗതികെട്ട ഒരുത്തൻ വേറെ ഇല്ലെന്നാ പറഞ്ഞത്. ഞാനങ്ങ് നിർത്തുക. ദൈവത്തിന് മകത്ത് പ്രിയരെ, ലൗകികമായി ഭൗതികമായി വലിയ സമ്പത്തൊന്നുമില്ലെന്നോർത്ത് നിരാശപ്പെടുകയൊന്നും വേണ്ട. ആത്മീകത്തിൽ സമ്പന്നരായിരിക്കണം. ഇടയ്ക്കത്തെ എല്ലാം ഞാനങ്ങ് വിടുക. ഒടുവിൽ പറയുക, ഇതിനെ എല്ലാം ജയിച്ചു വരുന്നവന് 2ാം മരണത്താൽ
ദോഷം വരത്തില്ല. എന്താ രണ്ടാം മരണം? എടുത്ത് വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, അറിയാം. രണ്ടാം മരണം തീപ്പൊയ്കയാ. വെളിപ്പാട് പുസ്തകം 19-20 അധ്യായം പഠിക്കുമ്പോൾ രണ്ടാമത്തെ മരണം തീപ്പൊയ്ക. ഈ തീപ്പൊയ്കക്കകത്ത് ആരും നഷ്ടപ്പെട്ട് ചെന്ന് വീടരുത്. എന്താ തീപ്പൊയ്കയുടെ പ്രത്യേകത? ഗന്ധകം കത്തിക്കൊണ്ടിരിക്കുക. നീ അതിനകത്ത് ചെന്ന് പെടരുത്. എപ്പോഴൊക്കെ ആ ഗന്ധകം കത്തുന്ന? വല്ലപ്പോഴുമാണോ? അല്ല, രാപകല് ഇത് കത്തിക്കൊണ്ടിരിക്കുക. വാക്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ആ തീപ്പൊയ്കയുടെ പ്രത്യേകത ഗന്ധകം കത്തിക്കൊണ്ടിരിക്കുന്നു. വല്ലപ്പോഴുമാണോ കത്തുന്നത്? രാപകല് ഇത് കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുവാ അവിടുത്തെ പ്രകൃതി? ദണ്ഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് ആരൊക്കെ അവിടെ മുന്നേ ചെന്നവര്? വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഒന്ന് കള്ളപ്രവാചകൻ, രണ്ട് ഇവരെ വഞ്ചിച്ച മൃഗം, പിശാച്. 3 കക്ഷികള്: കള്ളപ്രവാചകൻ, മൃഗം, പിശാച്. പിന്നെ മരണവും പാതാളവും. 5 കക്ഷികളെ അവിടെ നേരത്തെ കയറ്റി. 5 എണ്ണം അവിടെ ചെന്നിട്ടുണ്ട്. ആ ദണ്ഡന അനുഭവിക്കുന്ന തീപ്പൊയ്ക്കകത്ത് ഒരു കുഞ്ഞുങ്ങൾ ചെന്ന് പെടരുത്. തീപ്പൊയ്കയിൽ പെടാൻ കാര്യമെന്ന പെടാൻ ഒറ്റ വാക്യമാ തെളിവ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കകത്ത് തെളിയിടും. അതുകൊണ്ട് ഇന്ന് രാത്രി നിത്യനരകത്തിൽ പോകരുത്, നിത്യനാശത്തിൽ ചെന്ന് പെടരുത്. അതിനൊറ്റ മാർഗം, ഒറ്റ വഴി. ജീവപുസ്തകത്തിൽ പേരെഴുതണം. അതിനെന്താ മാർഗം? യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. സമയം ഒത്തിരി പോയത് കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയും അനുവദിച്ചതിന് നന്ദി. എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ യേശുവേ, ആ നാശപ്പൊയ്കയിൽ തീപ്പൊയ്ക്കകത്ത് പോകാതെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും ദേശവാസികളും എല്ലാം നിത്യതയിലെത്തുവാൻ കൃപ ചെയ്യണമെന്ന് ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഓ, ദീപകത്ത് ചെന്ന് പെടരുത്. അതിന് ജീവപുസ്തകത്തിൽ പേരെഴുതണം. അതിനകത്ത് പെടാതിരിക്കാൻ മറ്റൊരുത്തലും രക്ഷയില്ല. യേശു ക്രിസ്തു രക്ഷകനാ. ഇന്ന് രാത്രി യേശുവിന്റെ ഹൃദയം കൊടുക്കുക. യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുക. നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രി എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷയിൽ നീ തളർന്നു പോകരുത്, പേടിക്കരുത്, തളർന്നു പോകരുത്. യേശു ക്രിസ്തു വീണ്ടും വരും. സങ്കീർത്തനക്കാരൻ പാടുക, അവിടുന്ന് വേഗം വരും. നമ്മൾ പറന്നു പോകും. നമ്മുടെ പങ്കപ്പാടുകളും ദുരിതങ്ങളെല്ലാം ആമേൻ തീർന്നു പോകും. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ പഴയ പാട്ടിന്റെ 2 ചരണം എല്ലാവരും കൈയടിച്ച് ഇരുന്നോണ്ട് പാടിയാ മതി. സ്റ്റേജിൽ നിൽക്കുന്ന കർത്തദാസന്മാർ വേണേ ഒന്ന് എഴുന്നേറ്റോ. ആപതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റാ മതി. നിങ്ങളെല്ലാം ഇരുന്നാ മതി. നമുക്ക് ചേർന്ന് കൈയടിച്ച് 2 പാട്ടുകാരുടെ മുന്നോട്ട് വന്ന ഉപകാരമായിരുന്നു. ഏതായാലും നമ്മുടെ കാനം സെന്ററിന്റെ സമാപന യോഗമല്ലേ, 10 മിനിറ്റ് മുമ്പോട്ട് പോയെങ്കിലും അനുഗ്രഹത്തോടെ നമുക്ക് ഇന്ന് രാത്രി തിരികെ പോകാം. തീപ്പൊയ്കയിൽ ആരും ചെന്ന് പെട്ടുപോകരുത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാവരും വന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ സ്തുതിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പകലില്ലവിടെ പ്രചോദിതമായൊരു നാട്, 4